ഹരി ഓം. ദശകം 19, ശ്ലോകം 10. അവാപ്യദക്ഷം ച സുതം കൃതാധ്വരാഃ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധസ്ത്വമീശവാദാലയ നാഥ പാഹി മാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. അവാപ്യ ദക്ഷം ച സുതം കൃത അധ്വരാഃ. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാഃ. കൃത അധ്വരാഃ. കൃതാധ്വരാഃ. പ്രചേതസഃ. പ്രചേതസോ നാരദലബ്ധയാ ധിയാ. പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുഹു ആനന്ദപദം തഥാവിധഃ. അവാപുരാനന്ദപദം. അവാപുരാനന്ദപദം. അവാപുഹു ആനന്ദപദം. അപ്പം അവാപുഹു അവിടെ വരുന്ന വിസർഗവും ആനന്ദ, അത് കഴിഞ്ഞിട്ടുള്ള അകാരവും ചേർന്ന് വരുമ്പോഴത്തേനും അവാപുരാനന്ദപദം. തഥാവിധഃ ത്വം ഈശ വാതാലയനാഥ പാഹി മാം. അപ്പം മൂന്നാമത്തെ വരി നാലാമത്തെ വരിയും കൂടെ ചേർത്ത് വായിക്കുമ്പം തഥാവിധഃ എന്നുള്ളത് മാറ്റിയിട്ട് സ്ത്വം എന്നാകും. അവാപുരാനന്ദപദം തഥാവിധസ്ത്വമീശവാതാലയനാഥ പാഹി മാം. അല്ലെങ്കിൽ അവിടെ തഥാവിധഃ എന്ന് പറഞ്ഞിട്ട് ത്വമീശ വാതാലയനാഥ പാഹി മാം എന്ന് ചൊല്ലണം. അവാപ്യദക്ഷം ച സുതം കൃതാധ്വരാഃ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധസ്ത്വമീശവാദാലയനാഥ പാഹി മാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 10 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 9 ഭഗവാൻ അനുഗ്രഹിച്ചതുപോലെ തന്നെ മരങ്ങളുടെ പുത്രിയെ വിവാഹം ചെയ്ത് പത്നിയോട് കൂട്ടിയിട്ട് അവർ സുഖജീവിതം നയിച്ചു എന്ന് പറഞ്ഞു. ഇനി അടുത്ത ഈ ശ്ലോകത്തിൽ പറയുന്നത് പ്രചേതസ്സുകളുടെ പുത്രപ്രാപ്തിയെക്കുറിച്ചാണ് പറയുന്നത്. പുത്രപ്രാപ്തിയും പിന്നെ മുക്തിയെയും കുറിച്ച് വിവരിക്കുന്നു. പ്രചേതസഃ ദക്ഷം സുതം അവാപ്യ. പ്രചേതസഃ പ്രചേതസ്സുകൾ ദക്ഷം സുതം ദക്ഷൻ എന്ന പുത്രനെ അവാപ്യ ലഭിച്ചതിനു ശേഷം, പ്രചേതസ്സുകൾ ദക്ഷൻ എന്ന പുത്രനെ ലഭിച്ചതിനു ശേഷം കൃതാധ്വരാഃ നാരദലബ്ധയാ ധിയം ആനന്ദപദം. കൃതാധ്വരാഃ ആ യാഗങ്ങൾ ചെയ്ത് നാരദലബ്ധയ നാരദിൽ നിന്ന് കിട്ടിയ ധിയം ആ വിജ്ഞാനത്താൽ ആനന്ദപദം അവാപുച മോക്ഷം പ്രാപിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ യാഗങ്ങൾ ചെയ്ത് ആ നാരദനിൽ നിന്ന് കിട്ടിയ വിജ്ഞാനത്താൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു പ്രചേതസ്സുകൾ. ഈശ വാതാലയനാഥ തഥാവിധഃ ത്വം മാം പാഹി. അല്ലയോ ഭഗവാനെ, ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള നിന്തിരുവടി എന്നെ രക്ഷിക്കണമേ. തഥാവിധഃ അപ്രകാരമുള്ള ത്വം മാം അങ്ങ് എന്നെ മാം പാഹി രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മളെയും നമ്മുടെ അസുഖങ്ങളെയും ഉള്ളിലുള്ളതും പുറത്തുള്ളതും എല്ലാ തരത്തിലുള്ള നമ്മുടെ അസുഖങ്ങളും മാറ്റിത്തരണമേ അല്ലയോ ഗുരുവായൂരപ്പാ. ഇപ്പം ഈ അവസാന കാലത്ത് പ്രചേതസ്സുകൾക്ക് ദക്ഷൻ എന്നൊരു പുത്രനുണ്ടായി. അതും ഭഗവാൻ നേരത്തെ അനുഗ്രഹിച്ചിരുന്നുവല്ലോ അങ്ങനൊരു പുത്രനുണ്ടാകുമെന്ന്. അപ്പോൾ ആ ദക്ഷന് യൗവനമൊക്കെ ആയപ്പോഴേക്കും ആ പുത്രനെ ഭാര്യയുടെ സംരക്ഷണമൊക്കെ ഏൽപ്പിച്ച ശേഷം അവർ സന്യസിച്ച് ബ്രഹ്മസത്രം എന്ന യാഗം ചെയ്ത് അതിൻ്റെ അവസാനത്തിൽ നാരദനിൽ നിന്ന് തന്നെ അധ്യാത്മജ്ഞാനമൊക്കെ ലഭിച്ച് ഭഗവാനുമായിട്ട് ഐക്യമായിട്ട് ഭഗവത് ഐക്യം ഉണ്ടായിട്ട് മുക്തി അടയുകയും ചെയ്തുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്.
അവാപ്യദക്ഷം ച സുതംകൃതാധ്വരാः പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം ദധാവിതസ്ത്വമീശവാദാലയനാഥ പാഹി മാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.